നമസ്കാരം. ആദ്യ സാമ്പത്തിക വർഷത്തെ കണക്കുകൂട്ടലുകൾ ഗൾഫ് യുദ്ധം തകരാറിലാക്കുന്നു. സേലിംഗം ആരംഭിക്കുന്നു. ഒരു റെക്കോർഡ് പ്രവർത്തനം, റെക്കോർഡ് കപ്പലുകളുടെ വരവ്, റെക്കോർഡ് കണ്ടെയ്നറുകളുടെ കയറ്റിറക്ക് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച മാസമാണ് മാർച്ച് മാസം. പക്ഷേ ഗൾഫ് യുദ്ധത്തിന് ഒരു വിരാമവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അപകട വാർത്തകളാണ് UAE നിന്ന് വരുന്നത്. ഈ സാഹചര്യത്തിൽ IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഇന്നും നാളെയുമായിട്ട് അടിയന്തരമായ ഒരു യോഗം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. IMOയും UN ഒക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഇന്ന് നടക്കുന്ന യോഗം, നാളെ നടക്കുന്ന യോഗം മെമ്പർ കൺട്രീസ് എന്ത് അഭിപ്രായമാണ്, പ്രത്യേകിച്ച് ഇറാൻ എന്ത് അഭിപ്രായമാണ് പറയാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. An extraordinary session of the IMO International Maritime Organization Council scheduled for March 18-19 ഇന്നും നാളെയും in London, where member states will discuss the rapidly deteriorating security situation affecting shipping in the Arabian Sea, Sea of Oman and Gulf region. നമ്മുടെ പരിസരത്തുള്ള കടലാണ്. അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കടൽ അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ, എന്താണ് അടുത്ത നടപടി തുടങ്ങിയവയാണ് ഈ 2 ദിവസം ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത്. ദി IMO says റഫ്ലി, കൃത്യം കണക്കുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ദി IMO says റഫ്ലി 3,200 vessels carrying around 20,000 seafarers are currently confined west of the Strait of Hormuz. ഹോർമോസിന്റെ പടിഞ്ഞാറ് വശം എന്നാണ് പറയുന്നത്. ജിയോഗ്രഫിക്കലി അതായിരിക്കും കറക്റ്റ്. 3,200 വെസൽസ്. ഇതില് കുറച്ചെങ്കിലും വെസൽസ്, MSC പനായ പോലുള്ള വെസൽസ് നമ്മുടെ തുറമുഖത്ത് വന്ന് തിരിച്ചു പോയി വീണ്ടും വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോ നമ്മൾ ഈ ഒരു ഫിഗർ ഇപ്പോൾ കൃത്യമായിട്ടും IMOയിൽ നിന്നാണ് അറിയുന്നത്. 3,200 കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ദി IMO കൗൺസിൽ കംപ്രൈസിംഗ് 40 മെമ്പർ സ്റ്റേറ്റ്സ് ഇലക്റ്റഡ് ബൈ ദി IMO അസംബ്ലി, UN കീഴിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് തെരഞ്ഞെടുത്ത ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് IMO കൗൺസിൽ. സെർവ്സ് ആസ് ദി ഓർഗനൈസേഷൻസ് എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് കൻ ടേക്ക് urgent action on matters affecting global maritime safety and security. വളരെ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ബോഡി എന്നാണ് പറയുന്നത്. 40 അംഗ എക്സിക്യൂട്ടീവ് ബോഡി. പക്ഷേ എത്രത്തോളം ഇഫക്റ്റീവാണ്? പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ മൃഗത്തെ പോലെയാണ്, സിംഹത്തെ പോലെയാണ് ഇത്തരം ആഗോള സംഘടനകൾ. UN ആയാലും നാറ്റോ ആയാലും OPEC ആയാലും ഇപ്പോൾ IMO ആയാലും. ഇതേ സാഹചര്യത്തിൽ നമ്മുടെ പോർട്ടിന്റെ അദാനി ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ശ്രീ കരൺ അദാനി. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മറ്റോ നടന്ന ഒരു യോഗത്തിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വിലയിരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഷിപ്പിംഗ് റിലൈസ് ഓൺ 4 മേജർ ചോക്ക് പോയിന്റ്സ്: ദി പനാമ കനാൽ, ദ സുയസ് കനാൽ, ദ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ആൻഡ് ദി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഇതിൽ 2 നമ്മളെ വളരെ നേരിട്ട് ബാധിക്കുന്നതാണ്. പനാമ നമ്മളെ അത്ര അധികം ബാധിക്കില്ല. സൂയസും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും. മലാക്കയ്ക്ക് ചില മറുവഴികളുണ്ട്. സുന്ദ സ്ട്രെയിറ്റ് എന്നൊക്കെ പറയാവുന്ന ഇന്തോനേഷ്യയുടെ മറുവശത്തു കൂടിയൊക്കെ വേണമെങ്കിൽ വരാം. നമ്മുടെ ആഫ്രിക്ക ചുറ്റി പോകുന്നത് പോലെ. ഇപ്പം മലാക്കയ്ക്ക് അങ്ങനെ ചില മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ഹോർമൂസിന് അങ്ങനെ ഒരു മാർഗവുമില്ല. സുയസ് കനാലിനും ഒരു മാർഗവുമില്ല. ഇപ്പൊ സുയസ് കനാൽ അടയ്ക്കപ്പെട്ടതിന്റെ ദുരന്തം അല്ലെങ്കിൽ ആഘാതം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരെ സിംഗപ്പൂരിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് കപ്പലുകളൊക്കെ പോകുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ കൂടി പോയിരുന്നെങ്കിൽ ഭാവിയിലെങ്കിലും പല ആവശ്യങ്ങൾക്കും ഇത്തരം കപ്പലുകൾ നമ്മുടെ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആയിട്ട് കണ്ട് അവരുടെ വോയേജ് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ശ്രീ കരുണദാനി പറയുന്നത് ലോകത്തിൽ ഈ 4 കനാലുകൾ, പനാമ കനാൽ, സുയസ് കനാൽ, ദി സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ആൻഡ് ദി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ്
ലോകത്തിന്റെ എനർജി സപ്ലൈയുടെ 20% ഡെയിലി, ഏകദേശം 20 ബില്യൺ ബാരൽ പെർ ഡേ, ഇത്രയും എണ്ണ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ട്രീറ്റ്, ഒരു കടലെടുക്ക് അടയ്ക്കപ്പെട്ടപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ LPGയുടെ കാര്യത്തിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ധനത്തിന്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടും. ഈ ഇന്ധനം കുറയുന്ന അനുസരിച്ച് ഇവിടെ വരുന്ന കപ്പലുകൾ, ഈ 3200 കപ്പലുകൾ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ലോകം മുഴുവനുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ വരവിനെയും അത് ബാധിക്കും. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ വലിയ ആഗ്രഹമായിരുന്ന റെക്കോർഡുകൾ മറികടക്കാൻ പറ്റുന്ന പ്രവർത്തനം. ആദ്യത്തെ സാമ്പത്തിക വർഷമാണ്, ആദ്യമായിട്ടാണ് ഫുൾ ഇയർ നമുക്ക് കിട്ടുന്നത്. ഏപ്രിൽ മുതൽ മാർച്ച് വരെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം സാൻ ഫെർണാണ്ടോ വന്നത് ജൂലൈ 11-നാണ്. 2024 ജൂലൈ 11 തൊട്ടാകുമ്പോൾ അത് മുഴുവൻ സാമ്പത്തിക വർഷമല്ല. മറ്റ് പോർട്ടുകളുമായിട്ടും ഒരു താരതമ്യത്തിന് ആ ഫിഗർ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ 26 എന്ന് പറയുന്ന ഒരു പീരീഡ് നമുക്ക് ഒരു കമ്പാരിസൺ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അവിടെ മാർച്ച് ഇതുവരെയുള്ള പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. പക്ഷെ മാർച്ചിൽ ഇപ്പൊ ഏകദേശം 34 കപ്പലുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ വരെ. അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദാനി സെഡ് കൺട്രീസ് മസ്റ്റ് ദെയർഫോർ ഇൻവെസ്റ്റ് ഇൻ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ നേരത്തെയുള്ള ചോക്ക് പോയിന്റ്സ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ അഫക്ട് ചെയ്യുന്നതിനെ നമുക്ക് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അദാനി സെഡ് കൺട്രീസ് മസ്റ്റ് ദെയർഫോർ ഇൻവെസ്റ്റ് ഇൻ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ തുറമുഖം വിപുലമാക്കണം, 10 കോടി എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിലോട്ടൊക്കെ പോകണം എന്നാണ്. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെസീലിയന്റ് സപ്ലൈ ചെയിൻസ്, മുടക്കമില്ലാത്ത, കുറവുകളൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു സപ്ലൈ ചെയിൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ടു മാനേജ് സച്ച് റിസ്ക് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ഇക്കോണമീസ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ദെയർ ഇക്കോണമീസ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇന്ധനങ്ങളും. അവിടെയാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്. നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും അല്ലെങ്കിൽ റഷ്യ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ എനർജി പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ബദൽ ഇന്ധനം എന്ന് പറയുന്ന മെത്തനോൾ, നമുക്ക് സുലഭമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇന്ധനം എന്നുള്ള നിലയ്ക്ക് ഈ ക്രൈസിസിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതുൾപ്പെടെയാണ്. എനർജി എന്ന് പറയുന്ന മേഖലയിലെ ഉൽപാദനവും വിതരണവും അതിന്റെ ഒരു റെഡിനെസ്സും നൽകാനുള്ള ഒരു കഴിവും കപ്പാസിറ്റിയും എല്ലാം ആർജിച്ചാൽ ഇത്തരം അനിശ്ചിതാവസ്ഥയിൽ നമുക്ക് തകരാതെ മുന്നോട്ട് പോകാൻ പറ്റും, ലോകത്തെ നയിക്കാനും നമുക്ക് പറ്റും.